എന്തെങ്കിലും വിരോധം വെച്ചിട്ട് ഇങ്ങനെ തരം താഴുന്നത് ഒരു ശരിയാണോ? വിരോധം തീർക്കാൻ ഇങ്ങനെ ഒരു RSSന്റെ ചാപ്പ് കുത്തണം? വേറെന്തൊക്കെ പറയാണ്ട്. അപ്പോൾ നിർഭാഗ്യകരമായി പോയി. അദ്ദേഹം പറഞ്ഞു ആളെ നിസ്കരിക്കാൻ അയച്ചില്ല. അദ്ദേഹം ഇവിടെ പാർട്ടി ഓഫീസിൽ വന്ന് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണ് നിരന്തരം പറഞ്ഞു. അയാൾ ഈ ആഫീസിലേക്ക് 2-3 തവണ മാത്രമാണ് വന്നത്. ഈ ആഫീസിൽ 2 കൊല്ലമായി ഇവിടെ വാടകയ്ക്ക് അയച്ചു. പാർട്ടി ഓഫീസിലേക്ക് അയാൾ വളരെ അപൂർവമായി മാത്രം വരുന്ന, ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രം വരുന്ന ആളാണ്. ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായതിനു ശേഷം 2-3 തവണ നമ്മൾ വിളിച്ചു, ഇവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്നാണ് വന്നത്. അല്ലാതെ അദ്ദേഹം വരാറില്ല. ടെലഫോണിൽ പോലും SP-യെ കുറിച്ച് ഒരാക്ഷേപവും അയാൾ ഉന്നയിച്ചിട്ടില്ല എന്നോട്. അത് തെളിവുണ്ടെങ്കിൽ ആളെ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്യട്ടെ. എനിക്ക് വിളിച്ചിട്ട് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണ്, നിർത്തണം DCSA എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതൊന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ആ ഫോണൊന്നും അദ്ദേഹം പിന്നെ എല്ലാ ഫോണും റെക്കോർഡ് ചെയ്യുന്ന ആളാണല്ലോ, പറയട്ടെ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ നുണ പറയാനായിട്ട് വായ തുറക്കുന്ന ഒരു സ്ഥിതി വന്നാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? വായ വളർന്നാൽ പച്ച നുണയാണ് പറയുന്നത്. അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹവും ഞാനും ഒരു യോഗത്തിൽ പങ്കെടുത്തതായി ഞാൻ ഓർക്കുന്നില്ല. കാരണം യോഗം വിളിച്ചാൽ MLA-മാരെ യോഗം വിളിച്ചാൽ അദ്ദേഹം വരാറില്ല. ഞാനും അദ്ദേഹം ഒരു യോഗത്തിലും പങ്കെടുക്കാറില്ല. വല്ല പൊതുയോഗങ്ങളിൽ മാത്രം വേദി ചിലപ്പോൾ പങ്കിടാറുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മലപ്പുറം ജില്ലയിലെ പാർട്ടി മെമ്പർഷിപ്പിൽ ഏതാണ്ട് 45% മുസ്ലിങ്ങളാണ്. 16,000-ഓളം 35,000-ൽ 16,000-ഓളം മുസ്ലിം മെമ്പർഷിപ്പാണ്. അതിൽ പലരും ഹജ്ജിന് പോയിട്ടുണ്ട്. കൃത്യമായി നിസ്കരിക്കാൻ പോകുന്നവരുണ്ട്. പാർട്ടി കമ്മിറ്റി യോഗങ്ങൾ നിർത്തിവെച്ചിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പള്ളിയിൽ 5 മിനിറ്റ് യോഗം അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി 5 മിനിറ്റ് നേരം യോഗം നിർത്തിവെച്ച് നിസ്കരിച്ചു വരാൻ വേണ്ടി അനുവാദം കൊടുക്കാറുണ്ട്. അതിനെ നിസ്കാരത്തിനെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. ഹജ്ജിന് പോകുന്നവർക്ക് ഹജ്ജിന് പോകാം. ഒരുപാട് ആൾ ഹജ്ജിന് പോയിട്ടില്ലേ നമ്മുടെ ജില്ലയിലെ പാർട്ടിയിൽ നിന്ന്. ആ പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ ഞാൻ അദ്ദേഹത്തോട് നിസ്കരിക്കേണ്ടതെന്ന് പറയാം. അങ്ങനെ ഇങ്ങനെ വായ വളർന്നാൽ ഇങ്ങനെ ഒന്ന് കളവ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വലിയ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നു. അദ്ദേഹം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇങ്ങനെ വിശ്വാസിയായ, അതിനനുസരിച്ച് വിശ്വാസത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്നത് ഒരു വിശ്വാസിയായാലും അവിശ്വാസിയായാലും അതൊക്കെ ഈ നിരന്തരം കളവുകൾ ആവർത്തിക്കുക, അതിൻ്റെ ഭാഗമാണ് ഈ പ്രചരണമൊക്കെ. ഈ അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഞാൻ അപൂർവമായി മാത്രം കാണുന്ന ആളാണ് അദ്ദേഹം. കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിലുണ്ടാവാറില്ല. ഇപ്പോൾ നിലമ്പൂരിൽ നമ്മൾ കമ്മിറ്റിക്കൊക്കെ പോയാൽ അവിടെ നിന്ന് കാണാൻ കഴിയാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. വളരെ വളരെ അപൂർവമായി കാണുന്ന, ടെലിഫോണിൽ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചത് എന്താ? ഏറ്റവും അവസാനം ടെലിഫോണിൽ സംസാരിച്ചത് ഒന്ന് നമ്മളെ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ ഒന്ന് പങ്കെടുത്തു കൊടുക്കണം. അവർ ക്ഷണിച്ചാൽ അതിന് അവർ ഉദ്ദേശിക്കുന്നത് MLA ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ MLA ഒന്ന് സമയം സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരു ശുപാർശയാണ് ടെലിഫോണിലൂടെ ഞാൻ നടത്തിയത്.